ഒരു പെർഫെക്റ്റ് റൈറ്റ് ലിപ് ബാം ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടാസ്ക് തന്നെയാണ്. ആൻഡ് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓവർ ഹൈപ്പ് ലിപ് ബാംസ് എപ്പോഴും നല്ലതായിരിക്കണം എന്നില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് 10+ ലിപ് ബാംസിൻ്റെ റിവ്യൂ ആണ്. ഇതിൽ ചിലത് നല്ലതുകൊണ്ട് ചിലത് അത്ര നല്ലയില്ലാത്തതുകൊണ്ട്. ലിപ് ബാംസിൻ്റെ കാര്യത്തിൽ വരുമ്പം എൻ്റെ പേഴ്സണൽ പ്രിഫറൻസസ് ഞാൻ പറയാം. എനിക്ക് പേഴ്സണലി അധികം സ്റ്റിക്കി ആയിട്ടുള്ള ഗൂപ്പി ആയിട്ടുള്ള ലിപ് ബാംസ് ഒന്നും വലിയ താല്പര്യമില്ല. ആൻഡ് ഓവർ വാക്സി ആയിട്ടുള്ള ലിപ് ബാംസും എനിക്ക് അധികം ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഈ ലൈറ്റ് ഓർ ഒരു മീഡിയം തിക്നെസ് ഉള്ള ഒരു ലിപ് ബാംസ് ആണ് എപ്പോഴും ഇഷ്ടം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ടിൻറ്റഡ് ലിപ് ബാംസ്, ഐ എം നോട്ട് എ ഫാൻ ഓഫ് ടിൻറ്റഡ് ലിപ് ബാംസ്. എനിക്ക് എപ്പോഴും എൻ്റെ ലിപ് ബാംസ് ക്ലിയർ ഓർ ട്രാൻസ്പെറൻറ്റ് ലിപ് ബാംസ് ആണ് എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടം കേട്ടോ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതിൽ കുറച്ച് ടിൻറ്റഡ് ലിപ് ബാംസും നോൺ ടിൻറ്റഡ് ലിപ് ബാംസും ഉണ്ട്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മൈ ഫേവറേറ്റ് ലിപ് ബാം. ഇത് പിൽഗ്രിമിൻ്റെ സ്ക്വാലൈൻ പെപ്പർമിൻറ്റ് ലിപ് സീറമാണ്. ഇതൊരു സീറം ഫോമിലാണ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. ആൻഡ് ഇതുപോലൊരു റോളർ ഫോമിലാണ് വരുന്നത് കേട്ടോ. സോ ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ് ഓൺ ദി ലിപ്സ്. ഓക്കെ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ്. പെപ്പർമിൻറ്റ് വേരിയൻറ്റിലായതുകൊണ്ട് തന്നെ നല്ലൊരു പെപ്പർമിൻറ്റ് കൈൻഡ് ഓഫ് സെൻറ്റ് ഉണ്ട്. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുമ്പോഴും നല്ലൊരു കൂളിംഗ് ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ, വിച്ച് ഇസ് റിയലി നൈസ് ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ഒരു സീറം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് ലിപ്സിന് നല്ലൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ദാറ്റ് ഇസ് കുറച്ചുകൂടെ ഒന്ന് ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുന്ന പോലെ, നോട്ട് ജസ്റ്റ് ഒരു മുകളിൽ മാത്രം ഒരു ലെയറായിട്ട് ഇരിക്കുന്ന പോലെ അല്ല, കുറച്ച് ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി വെരി നൈസ് പ്രോഡക്റ്റ്. ഇതെൻ്റെ 3rd ബോട്ടിലോ മറ്റോ ആണ് കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ റീപർച്ചേസ് ചെയ്തു. ആൻഡ് ഇനി ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യും, ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ മച്ച് ഐ ലൈക്ക് ദിസ്. ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ സ്കോലൈൻ ഉണ്ട്, പൊമഗ്രനേറ്റ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, ആൻഡ് ഷിയ ബട്ടർ ഉണ്ട് കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് പെപ്പർമിൻറ്റ് എക്സ്ട്രാക്റ്റ് ഉണ്ടാവും. വെരി വെരി അണ്ടർ റേറ്റഡ്. പ്ലീസ് ഡു ചെക്ക് ദിസ് വൺ ഔട്ട്. അടുത്തത് വീണ്ടും ഒരു ലിപ് സീറമാണ്. സെയിം പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇത് മൂഡിയുടെ ഹൈഡ്രോ ബേസ്റ്റ് ലിപ് സീറമാണ് കേട്ടോ. ആൻഡ് ഇതും ഒരു റോളർ പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഭയങ്കര കൺവീനിയൻ്റ് ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ലിപ് സീറം തന്നെയാണ്. സോ ലിപ്സിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിനൊരു കളറും ഇല്ല. ഇതുപോലത്തെ ലിപ് സീറംസ് ആക്ച്വലി നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കര കുറവാണ് കേട്ടോ. ഞാൻ 1-2 ബ്രാൻഡ്സിൻ്റെ ലിപ് സീറം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ പിൽഗ്രിമിൻ്റെ ലിപ് സീറം മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് വേറൊരു ലിപ് സീറം കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിസപ്പോയിൻറ്റിങ് ടു, ബട്ട് ഓഫ് കോഴ്സ് പിൽഗ്രിമിൻ്റെ അത്ര വരില്ല കേട്ടോ. ഐ ലൈക്ക് ദാറ്റ് പിൽഗ്രിം വൺ എ ലിറ്റിൽ ബിറ്റ് മോർ. മേ ബി അതിൻ്റെ പെപ്പർമിൻറ്റ് വേരിയൻറ്റ് ആയതുകൊണ്ടായിരിക്കും. അതിന് ഡിഫറെൻറ്റ് വേരിയൻസ് അവൈലബിൾ ആണ്. ഇതും ഡിസപ്പോയിൻറ്റിങ് അല്ല. ദിസ് ഇസ് ഓൾസോ എ ഡീസെൻറ്റ് ലിപ് സീറം. ലിപ്സിൽ അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല കംഫർട്ടബിളും ആണ്. ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ കോജിക് ആസിഡ് ഉണ്ട്, കോക്കനട്ട് വാട്ടർ ഉണ്ട്, ഹൈലറോണിക് ആസിഡ്, അലോ, ഗ്ലിസറിൻ, സെറമൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ലിപ്സിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ലിപ് പിഗ്മെൻറ്റേഷനും ഇത് കുറച്ച് ഹെൽപ്പ് ചെയ്യും. എല്ലാം കൊണ്ടും നല്ലൊരു ലിപ് ബാം തന്നെയാണ് കേട്ടോ. അടുത്തത് കെമിസ്റ്റ് എറ്റ് പ്ലേയുടെ ലിപ് ജെല്ലിയാണ് ഇൻ ദി വേരിയൻറ്റ് വനില. ഇതിൽ SPF 50 PA 4+ റേറ്റിംഗും ഉണ്ട് കേട്ടോ. ആൻഡ് കമ്മിങ് ടു ദിസ് വൺ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇത് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ലവ് ദിസ് ലിപ് ബാം. ഇതൊരു ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് യെല്ലോ കളറിലാണ് വരുന്നത്. യെല്ലോ അല്ല, ആക്ച്വലി ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്ലൈ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഇതൊരു മീഡിയം തിക്കാണ്. ഇറ്റ്സ് നോട്ട് വെരി ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി തിക്ക് ടു. നല്ലൊരു ഫോമുലയാണ് ഇതിൻ്റെത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദി അപ്ലിക്കേറ്റർ, ഇതുപോലത്തെ ട്യൂബ് പാക്കേജിങ്ങിലാണ് വരുന്നത്. സോ വെരി കൺവീനിയൻറ്റ് ടു ട്രാവൽ വിത്ത്. ലീക്കേജിൻ്റെ ഒരു പ്രശ്നമില്ല. ആൻഡ് അപ്ലിക്കേറ്ററും ഭയങ്കര യുണീക്കാണ്. ഒരു സിലിക്കോൺ അപ്ലിക്കേറ്ററാണ് വരുന്നത്, വിച്ച് ഇസ് റിയലി നൈസ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഫ്രേഗ്രൻസ് ആണ്. ഇത് നല്ലൊരു വെനില ഫ്രേഗ്രൻസ് ആണ്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു നൊസ്റ്റാൾജിക് വെനില സെൻറ്റാണ്. ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആ ഒരു സെൻറ്റാണ്, വിച്ച് ഇസ് റിയലി റിയലി നൈസ്. ആൻഡ് ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ സ്വീറ്റ് ടൂത്തൊക്കെ ഉണരും കേട്ടോ. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും സ്വീറ്റൊക്കെ തിന്നാൻ തോന്നിപ്പോൾ അത്രയ്ക്ക് നല്ലൊരു സെൻറ്റാണ്, വിച്ച് ഇസ് റിയലി 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 നൈസ്.
ആൻഡ് ഇൻഗ്രീഡിയൻസ് ആർ ഓൾസോ വെരി വെരി പ്രോമിസിങ്. ഇതിൽ കോജിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്, പെപ്റ്റൈഡ്സ് ആൻഡ് സെറമൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലിപ്സിൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആൻഡ് മോയ്സ്ചറൈസിങ്, നറിഷിംഗ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. പ്ലസ് ഇതിൽ കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ് പിഗ്മെന്റേഷനൊക്കെ കൺട്രോൾ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. SPF ഉള്ള ലിപ് ബാം ആയതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷനും തരും. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ലിപ് ബാം ആണിത്. ഡെഫിനറ്റ്ലി ഐ വുഡ് റെക്കമെൻഡ് ദിസ്. ടോപ്പ് 3 ഇതെന്തായാലും വരും കേട്ടോ. സോ വൺ ഓഫ് ദി ബെസ്റ്റ് ഔട്ട് ദർ. പ്ലീസ് ഡു ട്രൈ ദിസ് വൺ ഔട്ട്. അടുത്തത് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഈ ഒരു ലിപ് ബാം ആണ്. ദിസ് ഈസ് കോൺഷ്യസ് കെമിസ്റ്റ് ലഷ് ലിപ്സ്. ദിസ് ഇസ് ഇൻ ദി വേരിയന്റ് വനില ക്രീം. ഇതിലും SPF ഉണ്ട്, ബട്ട് ദിസ് ഹാസ് SPF 15. ഇതിന്റെ പാക്കേജിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ട്യൂബ് പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്ലിക്കേറ്ററും സിലിക്കോൺ കൈൻഡ് ഓഫ് അപ്ലിക്കേറ്റർ ആണ്. ഭയങ്കര കൺവീനിയന്റ് ആണ്, ഭയങ്കര ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കെമിസ്റ്റ് അറ്റ് പ്ലേ ആൻഡ് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഈ ഒരു ലിപ് ബാംസ് ഓൾമോസ്റ്റ് സെയിം ടൈമിലാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇതുകൂടെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം, കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ഒന്ന് നോക്കിയത്. ബട്ട് ദിസ് വാസ് കൈൻഡ് ഓഫ് എ ഡിസപ്പോയിൻമെൻറ്റ് ഐ വുഡ് സേ. എഗെയിൻ ഇതും ഒരു ക്ലിയർ ലിപ് ബാം കേട്ടോ. ഇതിന് ഒരു ഓഫ് വൈറ്റ് കളറോ അങ്ങനെയൊന്നുമില്ല. ദിസ് ഇസ് എ വെരി ക്ലിയർ ലിപ് ബാം. ബട്ട് ദിസ് ഫീൽസ് സ്ലൈറ്റ്ലി ഹെവി. ഓക്കെ, കുറച്ചുകൂടെ ഒരു തിക്കർ കൺസിസ്റ്റൻസി ആണ്. ആൻഡ് ചില സമയത്ത് ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടും വർക്ക് ചെയ്യും. ഐ ഡോണ്ട് നോ വൈ. ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ജോജോബ ഓയിലും പെപ്റ്റൈഡ്സും ഷിയ ബട്ടറും ഉണ്ട്. ഇതിന് നമ്മുടെ ക്ലാസിക് വെനില സെൻറ്റാണുള്ളത്. ആൻഡ് ഇത് ഡിഫറെൻറ്റ് വേരിയൻസിൽ അവൈലബിൾ ആണ് കേട്ടോ. വേറെ ഉള്ള 2-3 വേരിയൻസ് നല്ല പിഗ്മെൻറ്റഡ് ആണ്, ലൈക്ക് ഭയങ്കര ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ആണ് അത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഐ വുഡ് സേ ദിസ് വൺ വിൻസ്. പക്ഷേ ഇഫ് യു ലൈക്ക് തിക്കർ ലിപ് ബാംസ് ദെൻ യു ക്യാൻ ട്രൈ ദിസ് വൺ ഔട്ട്. അടുത്തത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, കുറേ നാളായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ദിസ് ഇസ് ലനീഷ് ലിപ് ബാം ലിപ് സ്ലീപ്പിംഗ് മാസ്ക്, ആക്ച്വലി ഇൻ ദി വേരിയൻറ്റ് ബെറി. ഇത് ഞാൻ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കളക്റ്റീവ് വീഡിയോ ചെയ്യാൻ നേരത്ത് അതിൽ ഒരു OG പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനും ഒക്കെ ഒരു കൺവീനിയൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് മേടിച്ച് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഈവൻ ദോസ് ദിസ് ഇസ് റിയലി എക്സ്പെൻസീവ്. ഈ ഒരു 8 gram ഓഫ് ടബിന് ഒരു 500 rupees മറ്റുണ്ട്. ഇതിൻ്റെ 20 gram ടബും അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് ടബ് പാക്കേജിംഗ് ആണ്. ആൻഡ് ഇതിൽ കാണാൻ നേരത്തെ ഇത് കുറച്ചൊരു ലൈറ്റ് ബേബി പിങ്ക് കളറിലാണുള്ളത്. പക്ഷെ അപ്ലൈ ചെയ്യുമ്പം ആ ഒരു ടിൻറ്റ് വരില്ല കേട്ടോ, ബിക്കോസ് ദിസ് ആക്ട്സ് ആസ് എ ക്ലിയർ ലിപ് ബാം. ആൻഡ് ഇത് ബെറി വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ബെറി ബബിൾ ഗമ്മി അതുപോലത്തെ ഒരു സെൻറ്റ് ഉണ്ട് ഇതിന്, വിച്ച് ഇസ് കംഫർട്ടബിൾ. ഐ ഡോണ്ട് മൈൻഡ്. ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ബെറി എക്സ്ട്രാക്റ്റ് ഉണ്ട്, ഷിയ ബട്ടർ ഉണ്ട് ആൻഡ് കോക്കനട്ട് ഓയിലും ആണ് ഞാനൊരു കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കണ്ടത്. ബട്ട് കമ്മിങ് ടു ദിസ് വൺ, ഡു ഐ ലൈക്ക് ഇറ്റ്? നോ. ഡു ഐ ഹേറ്റ് ഇറ്റ്? നോ. ഓക്കെ, ഒരു ആവറേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഐ ഡോണ്ട് ഗെറ്റ് വാട്ട് ദി ഹൈപ്പ് ഇസ് ഓൾ അബൌട്ട്. ഭയങ്കര ഒരു സംഭവമായിട്ട് പറയാനൊന്നുമില്ല. ആൻഡ് ഇത് കുറച്ച് ഒരു വാക്സിയർ സൈഡിലുമാണ് കേട്ടോ. ആൻഡ് ഇവിടെ തണുപ്പുള്ള സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് വാമപ്പ് ചെയ്തിട്ടേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അതർവൈസ് ദിസ് ഇസ് എ ഡീസൻറ്റ് പ്രോഡക്റ്റ് ഐ വുഡ് സേ. ഇത്രയും രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് വാല്യൂ ഫോർ മണി. But yeah, tub is fine, but I don't know. I am not in a position to recommend this. But നിങ്ങൾക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എന്നൊക്കെ ആണെങ്കിൽ മേ ബി ഇഫ് യു ഹാവ് ദി ബഡ്ജറ്റ് യു ക്യാൻ ട്രൈ ദിസ് വൺ ഔട്ട്. ബട്ട് ഐ ആം നോട്ട് സൂപ്പർ ഇംപ്രസ്ഡ്. ഓക്കെ ഡീസൻറ്റ് പ്രോഡക്റ്റ്. അടുത്തത് വീണ്ടും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ദിസ് ഇസ് വാസ്ലിൻ ലിപ് തെറാപ്പി കൊക്കോ ബട്ടർ ലിപ് ബാം. ഓക്കെ, ഇത് ഇതുപോലെ ഒരു ടിൻ പാക്കേജിങ്ങിലാണ് വരുന്ന ഒരു ടബ് പോലെ. ആൻഡ് ദിസ് ഇസ് ദി ക്ലാസിക് വാനില അല്ല കൊക്കോ ബട്ടർ സെൻറ്റാണ് ഇതിനുള്ളത്. ആൻഡ് ഇത് ക്ലിയർ ആണ്, ടബിലും ക്ലിയർ ആണ്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും ഇതിന് ടിൻറ്റൊന്നുമില്ല, ഒരു ക്ലിയർ ലിപ് ബാം ആണ് കേട്ടോ. കമ്മിങ് ടു ദി പ്രൊഡക്റ്റ് ആസ് സച്ച്, ഇതൊരു പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. ഓഫ് കോഴ്സ് യു നോ വാസ്ലിൻ, സോ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം തന്നെയാണ്. സോ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ കണ്ടതും കൊക്കോ ബട്ടർ ആൻഡ് പെട്രോളിയം ജെൽ. പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ പാക്കേജിങ് വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കിത് ഓപ്പൺ ചെയ്യാൻ അടയ്ക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ചിലർക്ക് കിട്ടിയ പാക്കേജിങ് ഭയങ്കര ടൈറ്റാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടിൻ കൈൻഡ് ഓഫ് പാക്കേജിങ് ആയതുകൊണ്ടാവാം. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഗെയിൻ ഡീസൻറ്റ് ഓർ ഒരു ഡീസൻറ്റ് നോട്ട് ഗുഡ് ആ ഒരു റേഞ്ചിലോട്ട്
ആണ് കേട്ടോ ഇത് ലീൻ ചെയ്യുന്നത്. എനിക്ക് പണ്ട് ക്ലാസിക് വാസ്ലിൻ ചെറിയൊരു ടബ് വരെയായിരുന്നല്ലോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ ഒരു ഇതായിട്ട് എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ദാറ്റ് ഈസ് വെരി ചീപ്പ്, ഇറ്റ്സ് വെരി അഫോർഡബിൾ ആൻഡ് കമ്പാരിറ്റീവ്ലി ഇതിന് 210-250 റുപ്പീസോ മറ്റോ ആണ്. സോ അതും വെച്ച് നോക്കുമ്പോൾ അതൊഴിവാക്കിയിട്ട് എന്തിനിത് മേടിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതും ഇതും ഓൾമോസ്റ്റ് 90% സിമിലർ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. സോ ഐ വുഡ് നോട്ട് പേഴ്സണലി സജസ്റ്റ് ദിസ്. ഒരു വാസ്ലിൻ ബേസ്ഡ് ഒരു ലിപ് ബാം ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ നോർമൽ ചെറിയ വാസ്ലിൻ്റെ ടബ് മേടിച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ ആം നോട്ട് സോ വെരി ഇംപ്രസ്ഡ് വിത്ത് ദിസ് വൺ. അടുത്തത് ഈ ഒരു ലിപ്പ് ഓയിലാണ്. ഇത് ലാമൽ ലിപ്പ് കെയർ ഓയിലാണ്. ഇത് ഇതുപോലൊരു എന്താ പറയുക, ഈ ലിപ് ഗ്ലോസ് ഒക്കെ വരുന്ന പോലത്തെ ആ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇതിന് ലൈറ്റൊരു പിങ്ക് ഹിൻറ്റ് കേട്ടോ, വെരി ലൈറ്റ് പിങ്ക് ഹിൻറ്റ്. ഇതിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്ക് പിങ്ക് ആയിട്ടുണ്ട്, പക്ഷേ ലിപ്സിൽ അങ്ങനെ വരുന്നില്ല കേട്ടോ ആ കളറ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ലിപ്പ് ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ്പ് ഓയിലാണ്. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് പ്രോഡക്റ്റ്. ഇതിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് വൈറ്റമിൻ ഇ ആണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ലിപ്സിൽ, ലൈറ്റ് വെയ്റ്റ് ആണ്, അറ്റ് ദി സെയിം ടൈം കുറച്ച് നറിഷിങ്ങും ആണ്. അത്യാവശ്യം എൻ്റെ ലിപ്സ് ചാപ്പ് ഡ്രൈ ഒക്കെ ആണെങ്കിൽ ഇത് അതിനൊന്ന് സൂതൻ ഔട്ട് ചെയ്ത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ലിപ്സിന് വെക്കും. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല ഇഷ്ടമാണ്. ഇത് സ്ട്രോബെറി വേരിയൻ്റ് ആണ് ആൻഡ് സെൻറ്റും അതുകൊണ്ട് തന്നെ ലൈറ്റ് ഒരു സ്ട്രോബെറി സെൻറ്റാണ്. നിങ്ങൾ എന്നെ പോലെ സ്മെൽ സെൻസിറ്റീവ് ആണെങ്കിൽ ഇതൊരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ നിങ്ങളെ. ദാറ്റ് ഈസ് ഓൾസോ നൈസ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ് ആൻഡ് എൻജോയ്ഡ് യൂസിങ് ദിസ് വൺ. സോ ഐ വുഡ് റെക്കമെൻഡ് ദിസ്. അടുത്തത് അധികം അങ്ങോട്ട് ഫേമസ് അല്ലാത്ത ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് അണ്ടർ റേറ്റഡ് എന്നെനിക്ക് തോന്നിയൊരു പ്രോഡക്റ്റ് ആട്ടോ. ഇത് ബ്ലൂ ഹെവൻ്റെ ടിൻറ്റഡ് ലിപ്പ് ഓയിലാണ്. ഇത് വേറെ കളേഴ്സിലും വരും. ഇത് ആക്ച്വലി ഒരു കളർ ചേഞ്ചിങ് pH ലിപ്പ് ഓയിലാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു ലൈറ്റ് ഒരു ബ്ലാക്ക് ആയിട്ടൊക്കെ ഇരിക്കുക, ബട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ടിൻറ്റ് ഉണ്ട് കേട്ടോ. നല്ലോണം ജനറസ് ആയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റിൽ ഇത് ലൈറ്റായിട്ടൊന്ന് ഡാർക്കനപ്പ് ആയിട്ട് വരും. ആൻഡ് ഇത് നല്ലൊരു കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വെരി ലൈറ്റ്, നമ്മുടെ ലിപ്സിനെ പോലെ തന്നെ മൈ ലിപ്സ് ബട്ട് ബെറ്റർ കൈൻഡ് ഓഫ് ഒരു പിങ്ക് ഷെയ്ഡാണ് തരുന്നത്. ഇറ്റ്സ് വെരി പ്രിറ്റി ഷെയ്ഡ് ടു. ഇതിൻ്റെ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബബിൾ ഗമി അതുപോലത്തെ ഒരു സെൻറ്റ് ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ദെയർ ബട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സെൻറ്റ് അല്ല. ആസ് എ ലിപ്പ് ഓയിൽ ഹൗ ഇറ്റ് പെർഫോംസ് ഇറ്റ് ഈസ് റിയലി നൈസ് ഐ വുഡ് സേ. അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ട് തന്നെ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്ത് ആൻഡ് ലിപ്സിനെ ഡ്രൈ ഔട്ട് ആക്കാതെ തന്നെ കൊണ്ട് നടക്കുന്നൊരു ലിപ്പ് ഓയിലാണ്. സോ ലിപ്പ് ഓയിൽ വിത്ത് ടിൻറ്റ് എന്ന് പറയുമ്പം എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. എനിക്ക് പൊതുവേ അങ്ങനെ ടിൻറ്റഡ് ലിപ്പ് ഓയിൽസോ ലിപ്പ് ബാംസോ ഒന്നും ഇഷ്ടമല്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദിസ് വൺ ഇത് കംഫർട്ടബിളും ആണ് ലിപ്സിൽ, പക്ഷേ അറ്റ് ദി സെയിം ടൈം ലൈറ്റ് ഒരു കളറും പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇത് ഫെയ്ഡ് ഔട്ട് ആയാലും ആ ടിൻറ്റ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് നൈസ് ആൻഡ് റീഅപ്ലൈ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. നല്ലൊരു പാക്കേജിംഗ് ആണ്, ലിപ് ഗ്ലോസ് കൈൻഡ് ഓഫ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് എ റിയലി അണ്ടർ റേറ്റഡ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു pH ലിപ്പ് ഓയിലൊക്കെ ട്രൈ ഔട്ട് ചെയ്യണമെന്നാണെങ്കിൽ ദിസ് ഇസ് എ നൈസ് ഓപ്ഷൻ. കണ്ടോ, റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഒരു ലൈറ്റ് പിങ്ക് ടിൻറ്റ് അവിടെ ഉണ്ട്. അടുത്തത് വീണ്ടും കുറച്ചൊരു വൈറലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് വിഷ് കെയറിൻ്റെ സെറമൈഡ് ലിപ് ബാമാണ്. ദിസ് ഇസ് ഇൻ ദി കളർ പിങ്ക്. ഓക്കെ, സോ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ലൈറ്റ് പിങ്ക് ടിൻറ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹൈ ഓൺ പിഗ്മെൻറ്റ് എന്ന് ഞാൻ പറയില്ല, വെരി ലൈറ്റ് സട്ടിൽ കൈൻഡ് ഓഫ് പിങ്ക് ആണ്. പക്ഷേ ദിസ് ഇസ് വാക്സി. ഇത് അത്ര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആൻഡ് ദിസ് ഹാസ് എ വെരി ബാഡ് ആഫ്റ്റർ ടേസ്റ്റ് ടു. ഇതിൽ SPF 50 ഉണ്ട്, PA4+ റേറ്റിംഗ് ഉണ്ട്. ആൻഡ് ദർ ആർ സം പീപ്പിൾ ഹൂ ലൈക്ക് ദിസ്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇത് അധികം ഇഷ്ടമായിട്ടില്ല. ആൻഡ് നമ്മുടെ ലിപ്സ് അധികം ഡ്രൈ ചാപ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ ട്രൈ ദിസ്. പക്ഷേ നല്ല ഡ്രൈ ചാപ്പ് ലിപ്സ് ഉള്ളവരാണെങ്കിൽ ദിസ് ഇസ് നോട്ട് ഗോണ ഹെൽപ്പ് യു. അതുകൂടാതെ ഇതിൽ കോജിക് ആസിഡ് ഉണ്ട്, പിഗ്മെൻറ്റേഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സെറമൈഡ്സ്, നയാസിനമൈഡ് ആൻഡ് ഷിയ ബട്ടർ ഉണ്ട് കേട്ടോ. സോ ഇൻഗ്രീഡിയൻസ് ആർ പ്രിറ്റി നൈസ്. പക്ഷേ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ വാക്സി പോലത്തെ ഒരു ലിപ് ബാമാണ്. സോ ദിസ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ് ഔട്ട് ദെയർ. യാ, ഇനിയുള്ളത് രണ്ടും പ്രോപ്പർലി ടിൻറ്റഡ് ലിപ് ബാംസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ബ്ലൂ ഹെവൻ ജെല്ലി ബട്ടർ ലിപ് ബാമാണ്. ഇത് ഒരിടയ്ക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാം ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ഷേപ്പ് ഭയങ്കര യുണീക്കാണ്. ആൻഡ് ഇതിൻ്റെ നടുക്കൊരു ഹാർട്ട്
ഷേപ്ഡ് ജെല്ലി ഒരു സംഭവം ഉണ്ട് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണിത്, ഒരു ഡസ്കി റോസ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് വരുന്നത്. അത്യാവശ്യം ഒരു മോഡറേറ്റ്ലി പിഗ്മെൻറ്റഡ് ഐ വുഡ് സേ. സൂപ്പർ വാക്സി ഓർ സൂപ്പർ തിക്കല്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ് ബാം തന്നെയാണ്. സെൻറ്റ് ഉണ്ട് ഇതിന്, ഒരു ലൈറ്റ് ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഭയങ്കര സ്ട്രോങ് സെൻറ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ദെയർ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഷെയ്ഡാട്ടോ. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഡസ്റ്റി റോസ്, ആൻഡ് ഷെയ്ഡ് നെയിം പോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡും അതേപോലെ ഒരു പ്രോപ്പർ ഡസ്റ്റി റോസ്, ഒരു മോവ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, വിച്ച് ഇസ് റിയലി നൈസ് ആൻഡ് ഫ്ലാറ്ററിങ് ടു. ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ജോജോബ ഓയിൽ, ഷിയ ബട്ടർ ആൻഡ് വൈറ്റമിൻ ഇ ആണ് കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. സോ ഇഫ് യു ലൈക്ക് ടിൻറ്റഡ് ലിപ് ബാംസ് ദെൻ മേ ബി യു ക്യാൻ ഗിവ് ദിസ് വൺ എ ഷോട്ട്. പക്ഷേ ഇപ്പം ഐ ആം ലൈക്ക് നോട്ട് എ ടിൻറ്റഡ് ലിപ് ബാം ഫാൻ, സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഒരിടയ്ക്ക് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിരുന്നൊരു ലിപ് ബാം ആയിരുന്നു അത്. ലാസ്റ്റ് ലിപ് ബാം ഓഫ് ദി ലോട്ട് ഇസ് സ്വിസ് ബ്യൂട്ടിയുടെ ക്രേസ് ലിപ് ബാം ആണ്. ദിസ് ഇസ് ടിൻറ്റഡ് ലിപ് ബാം ഇൻ ദി വേരിയൻറ്റ് മാഷ്മല്ലോ. ഓക്കെ, എഗെയിൻ ഇതും ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, ബ്രൗൺ വിത്ത് എ ഹിൻറ്റ് ഓഫ് പിങ്ക്, അതുപോലത്തെ ഒരു ഷെയ്ഡാട്ടോ ഇത്, വിച്ച് ഇസ് റിയലി നൈസ്. അഗെയിൻ ഡസ്റ്റി ഡീപ്പ് സ്കിൻ ടോണൊക്കെ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാണ്. കംഫർട്ടബിൾ ആണ്, കുറച്ച് വാക്സിയാണ്, ബട്ട് അത്യാവശ്യം മോഡറേറ്റ്ലി പിഗ്മെൻറ്റഡ് ആണ്. നോട്ട് സൂപ്പർ ഡൂപ്പർ പിഗ്മെൻറ്റഡ് ആൻഡ് നോട്ട് ടു ലൈറ്റ്ലി പിഗ്മെൻറ്റഡ്, ഒരു മോഡറേറ്റ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊക്കോ ബട്ടർ ആണ്. രണ്ടും കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഫോമുല ആൻഡ് ഫിനിഷ് വൈസ് രണ്ടും ഓൾമോസ്റ്റ് ഒരു സെയിം ആയിട്ടുള്ള ലിപ് ബാംസ് ആണ്. പക്ഷേ ഒന്നുകൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് ഇതാട്ടോ, മോർ ദാൻ ദിസ് വൺ. സോ കൂട്ടത്തിൽ നിന്ന് എൻ്റെ ടോപ്പ് 3 പിക്സ് പറയുകയാണെങ്കിൽ ഇത് മൂന്നുമാണ്. ദാറ്റ് ഈസ് കെമിസ്റ്റ് എറ്റ് പ്ലേയുടെ ഈ ഒരു വനില ലിപ് ബാമും, ലെമലിൻ്റെ ഈ ഒരു ലിപ്പ് ഓയിലും, പിലിഗ്രിമിൻ്റെ ഈ ഒരു ലിപ് സീറോ ആണ് എൻ്റെ ടോപ്പ് 3 ലിപ് ബാംസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പറ്റുകയാണെങ്കിൽ ലിങ്ക്സ് ത്രൂ തന്നെ മേടിക്കാൻ നോക്കുക. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദിസ് ചാനൽ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും